ഈ അവസരം കാണുന്ന മുന്നേ ഞാൻ ഒരു ട്രഡീഷണൽ ബിസിനസ്സിലായിരുന്നു. എറണാകുളം തമിഴ്നാടൊക്കെ ഒരു ഹോട്ടൽ ബിസിനസ് ആയിരുന്നു എനിക്ക്. ഈ സമയത്താണ് എൻ്റെ ഫ്രണ്ടും എൻ്റെ പാർട്ട്ണറും ഒക്കെ ആയ ഇന്ന് കമ്പനിയുടെ NDC ലെവലിൽ വർക്ക് ചെയ്തിരുന്ന റഫീഖ് സാറാണ് എനിക്ക് ഓപ്പർച്യൂണിറ്റി കാണിച്ചത്. ഞങ്ങൾ ഒന്നിച്ചിട്ട് തന്നെയാണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതും പാർട്ട്ണർഷിപ്പിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു പോണത്. ഞങ്ങളുടെ ഒരു ഐഡിയ NDC ആണ്. അതിൻ്റെ ഒപ്പം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വേറെ ഒരു ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്തിട്ടും പോയി കൊണ്ടിരിക്കുകയാണ്. അത് STC ആണ്. ഒരു ID ZDCയിലേക്ക് പോകുന്നു, മൂന്നാമത്തെ ID TCയിലേക്ക് പോകുന്നു. അപ്പൊ നമുക്ക് ഈ ഓർഗനൈസേഷനിൽ നമുക്ക് എന്തും പറ്റും എന്നുള്ള തെളിവാണ് ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞത്. വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമുക്ക് എത്ര ഐഡിയ വേണമെങ്കിലും നമുക്ക് ഇതിലൂടെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് ഞാൻ ഇപ്പൊ ആദ്യം നിങ്ങളോട് പറഞ്ഞത്. ഈ ബിസിനസ് വളരെ സുതാര്യമായ ബിസിനസ്സാണ്. കാരണം എന്താ വെച്ചാൽ ഒരു പരിചയമില്ലാത്ത എന്നെ ഇങ്ങനത്തെ ഒരു മീറ്റിംഗിൽ കൃഷി സാറ് വിളിച്ചു. അതാണ് ഈ ഒരു ബിസിനസ്സിന് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞത്. കാരണം റിലേഷൻഷിപ്പിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു ബിസിനസ്സാണ്. അത് ടീം ആരാണോ മറ്റൊന്നുമില്ല, നമ്മളെ ബന്ധത്തിന്റെ പുറത്താണ് ശരിക്കും ഈ ബിസിനസ് നമുക്ക് റൺ ചെയ്തു പോകണം. ബന്ധം ഇല്ലെങ്കിൽ ഒരിക്കലും ഈ ബിസിനസ് ഇല്ല എന്നുള്ളതിന് പറയാൻ പറ്റും. ഞാൻ ഈ ബിസിനസ്സിൽ വന്നതിന് മുന്നേ അത്യാവശ്യം 4 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ബിസിനസ് ചെയ്ത ടീമാണ് ഞങ്ങൾ. നമുക്കറിയാം ബിസിനസ്സിൽ ഈ പൈസ ഇൻവെസ്റ്റ് ചെയ്യും തോറും നമുക്ക് റിസ്ക്കും ടെൻഷനും കൂടിക്കൊണ്ടേയിരിക്കും. ആ പൈസ നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കും. അത് രാവും പകലും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യും കൂടിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, അവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവുക. അവിടെ നമുക്ക് നഷ്ടമുണ്ടോ ലാഭമുണ്ടോ എന്ന് നോക്കൂല. പക്ഷെ നമ്മൾ ഷട്ടർ എന്തായാലും തുറന്നിരിക്കണം. അതുകൊണ്ട് നമ്മൾ 5 or 6 കൊല്ലം നമ്മൾ എഫേർട്ട് ഇട്ട്, കാരണം കുടുംബം എന്താണെന്നോ ഒന്നും നമ്മൾ അറിയാതെ, കല്യാണോ കളിയാട്ടോ ഒന്നും ഇല്ലാതെ നമ്മളെ സ്ഥാപനം വിജയിപ്പിക്കുക എന്നുള്ള ഒറ്റ മനസാക്ഷിയോടുകൂടി മാത്രമാണ് നമ്മൾ അവിടുത്തെ വർക്ക് ചെയ്തിരുന്നത്. കാരണം വീട്ടിലേക്ക് ഇന്ന് വരാൻ പറ്റുന്ന കണ്ടീഷനല്ല. കാരണം അവിടെ നമ്മൾ താമസിക്കുന്നു. പക്ഷെ പൈസ ഇൻവെസ്റ്റ് ചെയ്യും തോറും റിസ്കുകൾ കൂടി വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് ഒരിക്കലും അത് തിരിച്ച് നമ്മുടെ കയ്യിലേക്ക് വരുന്ന കണ്ടീഷനിലെല്ലാം ബിസിനസ്സായിരുന്നു. നമുക്കറിയുന്നില്ല നമ്മൾ ഏത് പാതാളത്തിലേക്കാണ് പോകുന്നത്, നമുക്ക് അറിയുന്നില്ല. നമ്മൾ വീണ്ടും പൈസ എന്ത് ചെയ്യും, ഇൻവെസ്റ്റ് ചെയ്യും. ഇന്നല്ലെങ്കിൽ നാളെ ശരിയാവുന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ എന്ത് ചെയ്യും, പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. ആ സമയത്താണ് നമുക്ക് വെള്ളപ്പൊക്കവും കോവിഡും എല്ലാം വരുന്നത്. അതോടുകൂടി എല്ലാ ബിസിനസ്സും തീരുമാനമായി കിട്ടി. അത് എന്നേക്കുമായിട്ട് കൂട്ടേണ്ട ഒരു അവസ്ഥ ഉണ്ട്. ആ സമയത്താണ് ഞങ്ങൾക്ക് നമ്മളെ ഫ്രണ്ട് ഉണ്ട്, ഷംസുദ്ദീൻ യൂനസ് എന്ന ഫ്രണ്ട് ഉണ്ട്. അവരാണ് റഫീഖ് സാറായിട്ട് ഒന്ന് ക്ലാസ്മേറ്റ് ആണ്. അവർ തമ്മിൽ ഈ ബിസിനസ് പറയുകയും ആദ്യം റഫീഖ് സാർ ഈ ബിസിനസ് ഏറ്റെടുക്കുകയും റഫീഖ് സാർ അവിടുന്ന് ആദ്യം ഇറങ്ങിപ്പോകും. അതിനുശേഷമാണ് ഞങ്ങൾ ഒരു 6-7 മാസം പിന്നെ അത് ഷട്ടർ താത്ത ഒരാൾ വേണമല്ലോ. അപ്പോ അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ കുറച്ച് സമയം നിന്നു. എന്ന് ഷട്ടർ താത്തിയതിനു ശേഷം നമ്മൾ അതിന്ന് ഇറങ്ങി നമ്മൾ സീരിയസ് ആയിട്ട് ഈ ബിസിനസ് ഏറ്റെടുക്കാൻ തുടങ്ങി. പക്ഷെ ഇവിടെ വന്നപ്പോൾ നമ്മൾ മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല എന്നുള്ളതാണ്. കാരണം അവിടെ വലിയ ഇൻവെസ്റ്റ്മെന്റിലാണ് നമ്മൾ റൺ ചെയ്തത്. അത് ആരും എന്നോട് പറയേണ്ട, രാവിലെ പോയിട്ട് ഷട്ടർ പൊന്തിക്കണം എന്ന് ഒരാളും എന്നോട് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. 4 മണിക്ക് നമ്മൾ ഷട്ടർ പൊന്തിക്കാൻ നമ്മൾ തയ്യാറാവും. രാത്രി 11-12 മണിക്ക് നമ്മൾ അടയ്ക്കുന്നുണ്ടാവും. പക്ഷെ ഇവിടെ വന്നപ്പോ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. അപ്പൊ അത് എന്തൊരു ബിസിനസ്സാണ്? ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്തൊരു ബിസിനസ് എന്ത് ബിസിനസ്സാണ്? അതാണ് നമ്മുടെ മനസ്സിൽ ആദ്യം കയറുക. ഇവിടെ നമ്മളെ ഒരു ശൈലിയിൽ ഒരു മാറ്റം വരുത്തുക, നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമുക്കൊരു മാറ്റം വരുത്തിയാൽ മതി എന്നുള്ളത് പറഞ്ഞപ്പോ നമ്മൾ എന്തായാലും ആ സാധനങ്ങളൊക്കെ കടയിൽ നിന്ന് വാങ്ങണം. അത് തിരിച്ച് നമ്മൾ ഈ ഷോപ്പിൽ നിന്ന് വാങ്ങിയാൽ നമുക്ക് വലിയൊരു കോടീശ്വരനാവാൻ പറ്റും എന്നുള്ളത് പറഞ്ഞപ്പോ ആദ്യമൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല. കാരണം ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ഇത്രയും വലിയൊരു ടേൺ ഓവറൊക്കെ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചിന്തിക്കുക. പക്ഷെ ഇതിന്റെ പ്ലാനും കാര്യങ്ങളും പഠിച്ച് മനസ്സിലാക്കിയപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരെ ക്രിയേറ്റ് ചെയ്ത ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഡയറക്ട് സെല്ലിംഗ് എന്നുള്ളതിനെ പറ്റി മനസ്സിലാക്കാൻ പറ്റി. കാരണം ലോകത്തിൽ വിജയിച്ച ആൾക്കാരെല്ലാവരും ചെയ്ത കാര്യം എന്ന് വെച്ചാൽ എന്നാണോ നമുക്ക് സമയത്തെ ലിവറേജ് ചെയ്യാൻ പറ്റുന്നത് അന്നാണ് നമുക്ക് വരുമാനം കൂട്ടാൻ പറ്റുന്ന കണ്ടീഷനിലേക്ക് വരാൻ പറ്റും എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് പ്ലാനിലൂടെ മനസ്സിലാക്കാൻ പറ്റി. അതുകൊണ്ട് ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ഏറ്റെടുത്തിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. ഈ ബിസിനസ്സിൽ വന്നപ്പോൾ ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. കാരണം നമ്മൾ ഈ ബിസിനസ്സിൽ വന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ട്രഡീഷണൽ ബിസിനസ് ഈ വ്യത്യാസം എന്ന് വെച്ചാൽ അവിടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, റിസ്ക് ഉണ്ട്, ടെൻഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇവിടെ ഞാൻ 1 രൂപ പോലും ഇൻവെസ്റ്റ് ചെയ്യാതെ എൻ്റെ വീട്ടിലേക്കുള്ള പ്രൊഡക്റ്റുകളും ഉൽപ്പന്നങ്ങളും വാങ്ങി ഞാൻ വലിയൊരു ബിസിനസ് കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് ഞാൻ അവിടെ ചെയ്ത കാര്യങ്ങൾ. പക്ഷെ ഇത് എങ്ങനെ സാധിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സമയത്തെ ലിവറേജ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. ഫ്രാഞ്ചൈസിയിലൂടെ അല്ലാതെ ലോകത്തിൽ ഇന്നേ വരെ ഒരാൾ വലിയ പൈസക്കാരായി മാറിയിട്ടില്ല എന്നുള്ളത് നമ്മൾ പഠിക്കാൻ നമ്മൾ തയ്യാറായി. ഈ അറിവ് നമുക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ
നമ്മളെ ലീഡേഴ്സ് പറയുന്ന ഫങ്ഷൻസും ബുക്കുകളും ടാപ്പുകളും എല്ലാം നമ്മൾ കേൾക്കാൻ നമ്മൾ തയ്യാറായി. അയച്ചാൽ നമ്മൾ ഒരാളെ മുന്നിൽ അടിയറ വെക്കാന്ന് പറയില്ലേ, നമുക്കൊരു ഗുരുനാഥനെ പോലെ ഒരാളെ കാണാൻ നമുക്ക് പറ്റണം ഈ ബിസിനസ്സിൽ. അവർ പറയുന്ന വാക്കുകളും പ്രവൃത്തികളും നമ്മളത് മനസ്സിലാക്കി നമ്മൾ അതേപോലെ തന്നെ ഫോളോ ചെയ്ത് പോവുക. 80 വർഷത്തോളം പഴക്കമുള്ള ഒരു ഓർഗനൈസേഷനാണ് ഡാഡ് സെല്ലിംഗ്. ഇന്നലെ തുടങ്ങിയ ഒരു ഓർഗനൈസേഷൻ അല്ല ഇത്. ഇതിൻ്റെതായ ഒരു സിസ്റ്റം ഇതിന്റെ ബാക്കിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ പറ്റി മനസ്സിലായി. നമ്മളെ ബുദ്ധി ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായ കാര്യം. കാരണം നമ്മളെ ട്രഡീഷണൽ ബിസിനസ് നമ്മളെ ബുദ്ധി എത്ര കാലം ഉപയോഗിച്ചിട്ട് നമുക്ക് എവിടെ എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. പക്ഷെ എന്തുകൊണ്ട് നമുക്കൊന്ന് മാറി ചിന്തിച്ചുകൂടാ? നമ്മൾ ഇത് മാറി ചിന്തിക്കാൻ തുടങ്ങിയ സമയത്ത് നമുക്കറിയാതെ നമുക്ക് ഗ്രോത്തിലേക്ക് വരാൻ തുടങ്ങിയ കാര്യങ്ങൾ, ഓരോരോ ഗ്രോത്തിലേക്കും നമുക്ക് വരാൻ തുടങ്ങി. നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കഠിനാധ്വാനം ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. ഇതേപോലെ രാവിലെ വീട്ടിൽ നിന്ന് അവിടെ ചെയ്യുന്ന അതേ ഒരു മൈൻഡ് സെറ്റോട് കൂടി ഈ ബിസിനസ് ഇവിടെ ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാവുമ്പോൾ നമുക്കറിയാതെ നമ്മൾ ഗ്രോത്തിലേക്ക് പോകും. ഇവിടെ നല്ലൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്യേണ്ട കാര്യം. അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മളെ ലീഡേഴ്സ് നമ്മളോട് പറഞ്ഞു തരാൻ തയ്യാറുണ്ട്. റഷീദ് സാറിനെ പോലത്തെ വലിയൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി, അവരെ അണ്ടറിൽ വലിയൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാറ് പറയുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിക്കാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ. കാരണം നമുക്കെല്ലാം അറിവുണ്ടാവും, പക്ഷെ തിരിച്ചറിവുണ്ടോ എന്നുള്ളതിനെ പറ്റി നമ്മൾ ചിന്തിക്കുക. ഇത്ര കാലം നമ്മൾ അറിവിന്റെ പിന്നാലെ പോയി. പക്ഷെ നമുക്ക് എന്ത് തിരിച്ചറിവ് ഉണ്ടാവണം? നമുക്ക് വരുമാനം ഉണ്ടാക്കണമെങ്കിൽ, നമ്മൾ ആരോഗ്യം മെച്ചപ്പെടുത്തണമെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് ഇതിൽ വിജയിച്ച ആൾക്കാർ പറഞ്ഞു തരുന്നുണ്ട്. അവർ 3 ലക്ഷം 4 ലക്ഷം 1 കോടി രൂപ 10 ലക്ഷമൊക്കെ നമുക്ക് വരുമാനം ഉണ്ടാക്കുന്ന ഇഷ്ടംപോലെ ലീഡേഴ്സിനെ നമ്മൾ ഈ ബിസിനസ്സിൽ കാണാറുണ്ട്. ഇവരൊക്കെ എങ്ങനെ വരുമാനം ഉണ്ടാക്കി എന്നുള്ളത് ഇവർ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ ഹോട്ടൽ ബിസിനസ്സിൽ ആലോചിച്ച് നോക്കി, പരാജയപ്പെടുന്ന സമയത്ത് ഒരാളും നമ്മളെ ഹെൽപ്പ് ചെയ്യാനില്ല. അവിടെ കൈപിടിച്ച് ഉയർത്താൻ ഒരാൾ പോലും ഇല്ല. നമ്മളെ കുറ്റപ്പെടുത്താൻ മാത്രമേ ആൾക്കാരുള്ളൂ. പക്ഷെ ഈ ബിസിനസ്സിൽ അങ്ങനെയല്ല. ഇവിടെ നമ്മളെ കൈപിടിച്ച് ഉയർത്താനും നമ്മളൊപ്പം കൂടെ നിന്നിട്ട് നമ്മളെ കഴിവുകളെ എത്രത്തോളം നമുക്ക് ഉയർത്താൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് അവർ നമുക്ക് ഓരോന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ടാവും. നമ്മൾ അവരെ കൈ മുറുകെ പിടിക്കുക എന്നുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്യാനുള്ളൂ. നമ്മൾ എത്രത്തോളം ഹാർഡായിട്ട് അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം സീരിയസ് ആയിട്ട് ഈ ബിസിനസ് കാണുന്നുവോ അതാണ് ഈ ബിസിനസ്സിലെ ഗ്രോത്ത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ സില്ലി ആയിട്ടാണ് ഈ ബിസിനസ് കാണുന്നത്, സില്ലി ആയിട്ട് തന്നെ നമുക്ക് പോകാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ നമുക്കിവിടെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, നഷ്ടപ്പെടാൻ ഒന്നുമില്ല. പല ആൾക്കാരും ഈ ബിസിനസ്സിൽ വന്നിട്ട് പരാജയപ്പെടാനുള്ള കാരണം വെച്ചാൽ അവര് കൃത്യമായിട്ട് അപ്ലയൻസ് പറയുന്ന കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ തയ്യാറില്ല എന്നുള്ളതാണ്. അവനാൻ്റെ ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. മീറ്റിങ്ങിന് വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് 100 കൂട്ടം എക്സ്ക്യൂസുകൾ ഉണ്ടാവും. പക്ഷെ അവർ ചെയ്യുന്ന ജോലിയിൽ അവർ ആ എക്സ്ക്യൂസ് വെക്കുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ടീച്ചർ ആയിക്കോട്ടെ, ഒരു ഡോക്ടർ ആയിക്കോട്ടെ, ഒരു സാധാരണ കൂലിപ്പണിക്ക് പോണ ഒരാളായിക്കോട്ടെ, ഇവര് എത്ര കമ്മിറ്റ്മെന്റോട് കൂടിയിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലേ? അവിടെ അവർക്ക് എക്സ്ക്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ഈ ബിസിനസ്സിൽ വരും തോറും എക്സ്ക്യൂസിന്റെ ഇഷ്ടം പോലെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളൊരു മീറ്റിങ്ങിന് വിളിച്ചാൽ പ്രൊഡക്റ്റ് എടുക്കാൻ പറഞ്ഞ എല്ലാ എക്സ്ക്യൂസാണ്. പക്ഷെ നമുക്ക് ജീവിതത്തിൽ വിജയിക്കും വേണം. നമ്മൾ സാധാരണ പറയില്ല, അച്ഛൻ്റെ ഒപ്പം പോകും വേണോ അമ്മരൊപ്പം എടുക്കും വേണം എന്ന് പറയും. രണ്ടും കൂടി ഒരേ സമയത്ത് ഒരിക്കലും നടക്കൂല, ഏതെങ്കിലും ഒന്നേ നടക്കുള്ളൂ. വിജയിക്കണം എന്നുണ്ടെങ്കിൽ വിജയിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നമ്മൾ ചെയ്തു തുടങ്ങണം. അവിടെ പ്രശ്നത്തിൽ യാതൊരു പ്രശസ്തി ഇല്ല. നമ്മൾ എന്നാണോ നമ്മളെ പ്രശ്നങ്ങൾ വിട്ടിട്ട് നമ്മൾ ഈ ബിസിനസ് ഏറ്റെടുക്കാൻ തുടങ്ങുന്നത് അന്ന് മാത്രമേ നമുക്ക് ഇതിലൂടെ വിജയം ഉണ്ടാവുള്ളൂ. ഇതൊരു സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുകയാണെങ്കിൽ ആ സിസ്റ്റത്തിന്റെ ഭാഗം പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ ഈ ബിസിനസ്സിൽ വരുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ ഈ ബിസിനസ്സിൽ വന്നിട്ടുള്ളത്. ഞാൻ ഒരു കഥ പറയാം നിങ്ങളോട്, ഒരു പൂച്ചയുടെയും എലിയുടെയും കഥ പറയാം. ഒരു വീട്ടിലൊരു പൂച്ച എലി ഉണ്ടായിരുന്നു. ഈ എലി പൂച്ചയെ കാണുമ്പോൾ എന്നും ഇങ്ങനെ മുന്നിലൂടെ ഇങ്ങനെ പോണ് കാണാം. ഒരു ദിവസം വിശന്ന് വലിഞ്ഞു നിൽക്കുന്ന ഒരു പൂച്ചയ്ക്ക് തോന്നി ഒരു ദിവസം എലിയെ ഭക്ഷണമാക്കി മാറ്റാം. ആ പൂച്ച എലിയെ പിന്നാലെ ഓടാൻ തുടങ്ങി. എത്ര ഓടിയിട്ടും പൂച്ചയ്ക്ക് എലിയെ പിടിക്കാൻ പറ്റുന്നില്ല. എലി മാളത്തിൽ കയറി പൂച്ചയെ വിളിച്ചു ചോദിച്ചു, ഇത്രയും ശക്തമാനായ പൂച്ചയ്ക്ക് എന്തുകൊണ്ട് എന്നെ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റുന്നില്ല? ആ പൂച്ച പറഞ്ഞത്, നിന്നെ കിട്ടിയാൽ ഒരു നേരത്തെ ഭക്ഷണമായല്ലോ എന്നുള്ള തോന്നലിലാണ് ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് ഇത്ര ശക്തമായിട്ട് ഓടിയെന്നുള്ളതിനെ പറ്റിയിട്ട് എലി ചോദിച്ചു. ഞാൻ ഓടിയ എൻ്റെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ്. പല ആൾക്കാരും ഈ ബിസിനസ്സിൽ കാണുന്നത് ഇതേപോലെയാണ്. എനിക്കിത് കിട്ടിയാൽ കിട്ടി, 1000 കിട്ടിയാൽ കിട്ടിയ, 2000 കിട്ടിയാൽ കിട്ടി എന്നുള്ള മൈൻഡ് സെറ്റിലാണ് ഈ ബിസിനസ് കാണുന്നത്. നിങ്ങൾ എന്താണോ നിങ്ങളെ ലൈഫായിട്ട് ഈ ബിസിനസ് കാണാൻ ശ്രമിക്കുന്നത് അന്ന് മാത്രമേ നിങ്ങൾക്ക് വലിയ വലിയ നേട്ടങ്ങളിലേക്ക് ഈ ബിസിനസ് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് 100 കൂട്ടം എക്സ്ക്യൂസുകൾ നമ്മൾ പറഞ്ഞുകൂടിയിരിക്കും.
ഈ ബിസിനസ്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആറ്റിറ്റ്യൂഡിലൊക്കെ നമ്മൾ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ആ ആറ്റിറ്റ്യൂഡിൽ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുന്ന സമയത്താണ് നമുക്ക് അറിവുകൾ ഉണ്ടാവുന്നത്. അറിവുകൾ കിട്ടണമെങ്കിൽ നമുക്ക് ലീഡേഴ്സ് പറയുന്നതായിട്ടുള്ള ബുക്കുകൾ, ടാപ്പുകൾ നമ്മൾ കേൾക്കുക, പോസിറ്റീവായ ബുക്കുകൾ കേൾക്കുക. ചെറിയ ചെറിയ മീറ്റിംഗ് ആയിക്കോട്ടെ, ചിലപ്പോൾ 10 ആളുടെ മീറ്റിംഗ് ആവാം, 50 ആളാ, 100, പല മീറ്റിങ്ങുകൾ പല രീതിയിലായിരിക്കും, പല ടീം പല രീതിയിൽ മീറ്റിംഗ് നടക്കുന്നുണ്ടാവും. ഈ മീറ്റിങ്ങിലൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഏതെങ്കിലും വ്യക്തിയുടെ കയ്യിൽ നിന്ന് ചെറിയൊരു വാക്കാവാൻ നമ്മളെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്ഫോടനം ക്രിയേറ്റ് ചെയ്യുക. നമ്മൾക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. നമ്മൾക്ക് ഒരിക്കലും ഒരുവനെ ചെറിയവരായി കാണാൻ പറ്റില്ല. എപ്പോഴും കാര്യങ്ങൾ ചിലപ്പം ചെറിയ കുട്ടികളിൽ നിന്ന് പഠിക്കണം എന്നാണ് നമ്മൾ പറയും. അവരെ വാക്കുകളാവും ചിലപ്പോൾ നമുക്ക് വലിയ പ്രചോദനമായിട്ട് മാറുന്നുണ്ടാവും. ഈ ബിസിനസ്സിലും ഇങ്ങനെ തന്നെയാണ്. നമുക്ക് വരുന്ന സമയത്ത് നമ്മൾ വലിയ സീറോ ആയിരിക്കാം, പക്ഷെ പിന്നെ നമ്മൾ ഹീറോ ആയിട്ട് മാറുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. നമ്മൾ മീറ്റിങ്ങിലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ഓരോരുത്തരുടെ വാക്കുകൾ നമുക്ക് കിട്ടുന്ന ആലോചിച്ചു, അവരെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നതിനെ പറ്റി ആലോചിക്കണം. ഇതൊക്കെ നമുക്ക് കിട്ടണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് വേർപ്പിന്റെ അസുഖം ഉണ്ടായിരുന്നു. വേർപ്പിന്റെ അസുഖമുള്ള ഒരാൾക്കും ഈ ബിസിനസ് പറ്റൂല, ഒരാൾക്കും പറ്റൂല. കാരണം നമ്മൾ തുടക്കത്തിൽ ഒന്ന് എഫേർട്ട് ഇടാതെ നമ്മൾ ജീവിതത്തിൽ എന്ത് നമുക്ക് നേടാൻ പറ്റും നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. എന്ത് വർക്കിനായിക്കോട്ടെ നമുക്ക് എന്താ നേടാൻ പറ്റുന്നത്? 1000 രൂപ വൈകുന്നേരം വരെ പണിയെടുത്താൽ കിട്ടുന്ന ഒരു വ്യക്തി ആണെങ്കിലും അയാൾ അധ്വാനിക്കാത്ത രീതി അയാൾക്ക് വരുമാനം കിട്ടുമോ? ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇവിടെ വരുന്ന ആൾക്കാർ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ പറയുന്ന ആൾക്കാർക്ക് വരുമാനം കിട്ടിയില്ല. പക്ഷെ വരുമാനം കിട്ടാവുന്ന കാര്യങ്ങൾ എന്താ ചെയ്യുന്നുള്ളതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ടുള്ള അറിവ് അവർക്ക് ഉണ്ടാവും ചെയ്യില്ല. വരുമാനം കിട്ടണമെങ്കിൽ ഇതിൽ വോളിയം ക്രിയേറ്റ് ചെയ്യണം. അപ്ലയൻസ് പറയുന്ന രീതിയിൽ എങ്ങനെയൊക്കെയാണ് ആ വോളിയം ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലെ കാര്യങ്ങൾ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ മൈലൈഫ് എന്ന ബിസിനസ്സിലൂടെ എല്ലാവർക്കും വരുമാനം കിട്ടും. ഇന്നേ വരെ മൈലൈഫ് എന്ന കമ്പനി ഒരാൾക്ക് വരുമാനം കൊടുക്കാതെ ഇരുന്നിട്ടുമില്ല. പക്ഷെ പല ആൾക്കാർക്കും വരുമാനം കിട്ടുന്നുമില്ല. അതിന് കാരണം നമ്മളെ കുഴി നമ്മൾ എന്നെ തോണ്ടുന്നത്. നമ്മൾക്ക് കല്യാണം, കളിയാട്ട് എല്ലാ പരിപാടികളും കഴിഞ്ഞ് ലാസ്റ്റ് ഉള്ള സമയം മാത്രമേ നമ്മൾ എന്ത് ചെയ്യും, മൈലൈഫ് എന്ന ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കും. പ്രാധാന്യം നിങ്ങൾ എന്തിന് കൊടുക്കുന്നുവോ അതുപോലെ ഉണ്ടാവും കാര്യം. നിങ്ങളെ പ്രാധാന്യം നിങ്ങളെ ലൈഫിൽ നിങ്ങൾക്ക് മൈലൈഫ് ആണെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ 100% കമ്മിറ്റ്മെന്റോട് കൂടിയിട്ട് വേണം ഈ ബിസിനസ്സിനെ കാണാൻ. ഇത് ചെറിയ ബിസിനസ് അല്ല. നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ പറ്റുന്ന വലിയൊരു ഓർഗനൈസേഷനാണ് ഇതിന്റെ ബാക്കിൽ വർക്ക് ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കുന്നത് ഞാനിതിപ്പോൾ 5000 റുപ്യക്ക് 30,000 40,000 റുപ്യക്ക് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിലൂടെ വരുമാനം ഇങ്ങനെ വന്നുകൂടിയിരിക്കും എന്ന് പറയുന്നു. മറ്റേ ശങ്കരാടി അത് സിനിമയിൽ പറഞ്ഞ വരി കുറച്ച് കടലപ്പിണ്ണാക്കും, കുറച്ച് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ പാല് ചെറവറേ ഇങ്ങനെ വരും എന്ന് പറഞ്ഞില്ലേ, അതേപോലെ വരുന്ന ഒരു ബിസിനസ് അല്ലത്. വരും. എങ്ങനെയെന്നറിയും, കുറച്ച് സമയം അതിനു വേണ്ടി നമ്മൾ കഠിനാധ്വാനം നമ്മൾ ചെയ്യാൻ നമ്മൾ തയ്യാറാവുക. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇഷ്ടം പോലെ വരുമാനങ്ങൾ വന്നുകൊണ്ടിരിക്കും. നമ്മളെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഓർഗനൈസേഷനാണ് നമ്മൾ വന്ന് എന്നുള്ളൊരു അറിവ്, തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അതിന് വേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യും. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട് എല്ലാ ലീഡേഴ്സും നിങ്ങളോട് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത് പ്രോപ്പറായിട്ട് പാലിച്ച് മുന്നോട്ട് പോവാം. ഓരോ ഓർഗനൈസേഷനും ഓരോ രീതിയിൽ കാര്യങ്ങൾ ഉണ്ടാവും. ഇതിന്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ വഴിയിൽ നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി എന്തുകൊണ്ട് നമ്മൾ എഫേർട്ട് ഇല്ല എന്നുള്ളതിനെ പറ്റി ചിന്തിച്ചു നോക്കുക. നമ്മൾ ഇപ്പൊ ചെയ്യുന്ന ജോലിയിൽ നമ്മൾക്ക് എത്രമാത്രം വരുമാനം ഉണ്ടാക്കാൻ പറ്റും? നമ്മളൊന്ന് വയ്യാതെ ഒന്ന് കിടന്നാൽ നമ്മളെ കുടുംബം എന്ത് ചെയ്യും? 10 ആളെ മുന്നിൽ കൈ നീട്ടണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങൾ. പക്ഷെ വറ്റാത്തൊരു നീരുറവ നമുക്ക് ഇതിൽ ഉണ്ടാക്കാൻ പറ്റിയാലും, നമ്മൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുടുംബം നമ്മളെ സെക്യൂർഡായിട്ട് കഴിയുന്ന ഒരു കണ്ടീഷനെ പറ്റി ചിന്തിച്ചു നോക്കി. പല ആൾക്കാരും പറയുന്നത്, നമ്മൾ പ്ലാൻ പറയാൻ പോണ സമയത്തൊക്കെ പല ആൾക്കാരും പറയുന്നത്, എനിക്ക് ഇപ്പോൾ ഇതിന് ആവശ്യമില്ല, എനിക്ക് മാസത്തിൽ 1 ലക്ഷം രൂപ വരുമാനമുണ്ട്, 2 ലക്ഷം രൂപ വരുമാനമുണ്ട് എന്നൊക്കെ പലർക്കും പറഞ്ഞേക്കാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ വ്യക്തി വയ്യാതൊരു 10 ദിവസം കിടന്നാൽ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ അടുത്തുള്ള സമ്പത്തിനെ പറ്റി നമ്മൾ ചിന്തിച്ചു നോക്കുക. ഒരു അസുഖം വന്നാൽ തീരാവുന്ന സമ്പത്തെ നമ്മുടെ കയ്യിലേക്ക് കൊണ്ടു. നമ്മൾ മക്കൾ ഉറങ്ങിക്കെടുക്കുന്ന സമയത്ത് നമ്മൾ അവരെ മുഖത്ത് കുറച്ചേരോ 10 മിനിറ്റ് ഒന്ന് ഇരുന്ന് ആലോചിക്കുക. ഒന്ന് ഇരുന്നിട്ട് ഇങ്ങനെ നോക്കുക, ഞാൻ ഈ ഭൂമിയിൽ ഇല്ലെങ്കിൽ ഈ മക്കൾ എങ്ങനെ ജീവിക്കും എന്നതിനെ പറ്റിയിട്ട് ഒന്ന് ആലോചിക്കുക നിങ്ങൾ. എന്നിട്ട് നിങ്ങൾ ഇറങ്ങുക. നമ്മൾ ഈ ഭൂമിയിൽ ഇല്ലെങ്കിൽ നമ്മളെ മക്കൾ സേഫ് ആവണം, നമ്മളെ ഫാമിലി എല്ലാവരും സേഫ് ആവണം എന്നുള്ള ഒറ്റ കണ്ടീഷനിലൂടെയാണ് മൈലൈഫ് ബിസിനസ്സിൽ നമ്മൾ വന്നിട്ടുള്ളതും അതിലൂടെ വരുമാനം കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നുള്ളൂ.
ഈ ബിസിനസ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വരുമാനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. ആ സമയത്ത് നമ്മളെ ഉള്ളിലുണ്ടാവുന്ന നമ്മളെ അഹംഭാവം തന്ന സംഭവത്തിന് മാറ്റി വെക്കണം. ഉയരം കൂടുന്തോറും താഴ്വ ഉള്ളവനായിട്ട് നമ്മൾ മാറാൻ ശ്രമിക്കുക. കാരണം ഉയരം കൂടുന്തോറും അധികം നമ്മൾ പറയാറില്ലേ, ഒന്ന് ഉയരത്തേക്ക് നമ്മൾ ചാടണമെങ്കിൽ ഒന്ന് കുനിയാൻ നമ്മൾ തയ്യാറാവണം. നമ്മൾ അറിവുകൾ കൂടും തോറും നമ്മൾ ചെറിയവനായിട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം മറ്റുള്ളവരെ മുന്നിൽ അഹംഭാവം എന്ന് പറഞ്ഞ സംഭവം നമുക്ക് ഇല്ലാതിരിക്കുക. അഹംഭാവമാണ് മനുഷ്യന് ഏറ്റവും വലിയ ദോഷം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അറിവും തിരിച്ചറിവും വേണമെന്ന് പറഞ്ഞ മാതിരി അറിവ് നമുക്ക് നല്ലതാണ്, പക്ഷെ തിരിച്ചറിവില്ലെങ്കിൽ അതിലൊന്നും ഒരു കാര്യമില്ല. വ്യക്തമായ ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ട് ഈ ബിസിനസ് നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന ഏതൊരു വ്യക്തിക്കും ലൈഫിൽ എവിടെയും നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നുണ്ട്. കാരണം അത്രത്തോളം നമ്മൾ സ്ട്രഗിൾ അനുഭവിച്ചിട്ടാണ് നമ്മൾ ഈ ട്രഡീഷണൽ ബിസിനസ് ഈ ബിസിനസ്സിലേക്ക് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പൊ അവിടെ നമുക്ക് അറിയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. കാരണം പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എത്രത്തോളം ടെൻഷൻ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ആ ബിസിനസ് ബിൽഡ് ചെയ്തത്. ഇവിടെ നമുക്ക് 1 രൂപ ഇൻവെസ്റ്റ് ചെയ്യാതെ നമ്മൾ ഹാപ്പി ആയിട്ട് സന്തോഷത്തോട് കൂട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ബിസിനസ് വലിയ രീതിയിൽ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ജീവിതവും ഈ ബിസിനസ്സും നമ്മൾ ഇത് ആലോചിച്ച് നോക്കുക. ജീവിതത്തിൽ നമുക്ക് സ്വപ്നങ്ങൾ കാണാൻ നമ്മളെ പഠിപ്പിക്കാറുണ്ടോ? ഈ ബിസിനസ്സിൽ വന്നിട്ട് നമ്മുടെ സ്വപ്നങ്ങൾ കാണാൻ നമ്മൾ പഠിപ്പിക്കുക. എന്ത് വലിയ സ്വപ്നങ്ങൾ നമ്മൾ കാണണം എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ എഴുതി വെക്കാനും അതിനുവേണ്ടി എഫേർട്ട് ഇടാനും നമ്മൾ തയ്യാറാണെങ്കിൽ നമുക്ക് വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ ഇതിലൂടെ നേടാൻ പറ്റുന്നുണ്ടാവും. അത്രമാത്രം ടെൻഷനും ഇതും പിടിച്ച ഒരു മേഖലയിൽ നിന്നിട്ട് ഇപ്പൊ രക്ഷീത് സാറ് പിന്നെ നമ്മുടെ സ്റ്റോറി നമ്മൾ കേട്ടു. ഇതേപോലെ ബിസിനസ് ചെയ്തിട്ട് വലിയ ബാധ്യത ഉണ്ടാക്കിയിട്ട് വന്ന ആൾക്കാരാണ്. ഇതേപോലെ തന്നെയാണ് എല്ലാ വ്യക്തികളുടെ ബാക്ക്ഗ്രൗണ്ട് എടുത്തു നോക്കുമ്പോൾ നമുക്ക് ഇതിന്റെ ബാക്കിൽ എന്തെങ്കിലും ചെറിയ ഒരു കഥ ഉണ്ടാവും. ഇവിടെ നമുക്ക് ആലോചിച്ച് നോക്കുക, ഇവിടെ നമുക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. നമ്മൾ വന്നാലും വന്നിട്ടില്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഇതിൽ വേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തയ്യാറാവും. എന്ന് ചോദിച്ചാൽ നമുക്ക് വേണ്ട പ്രോപ്പർ ലിസ്റ്റ് ബിൽഡ് ചെയ്യാനും അതിന് വ്യക്തമായ ഫോളോ അപ്പ് ചെയ്യാനും അവരെ ആൾക്കാരെ പ്രോപ്പറായിട്ട് ഇൻവൈറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വലിയൊരു ഓർഗനൈസേഷൻ നമ്മളെ അറിയാതെ ബിൽഡ് ചെയ്യുന്നുണ്ടാവും. നമ്മുടെ നാട്ടിലുള്ള KR ബേക്കറിയൊക്കെ ഏറ്റവും വലിയ ഉദാഹരണം. എത്ര ലൈഫ് സ്റ്റൈലാണ് അവർ എൻജോയ് ചെയ്യുന്നത്. നമുക്ക് എന്തുകൊണ്ട് നമുക്ക് ഇതേപോലെ വലിയൊരു ടീമിനെ നല്ല ഓർഗനൈസേഷനെ ബിൽഡ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോയിക്കൂടാ? എന്തും നമുക്ക് നേടാൻ പറ്റും ജീവിതത്തിൽ. നമ്മൾ പറയാറില്ലേ, നമുക്ക് ജീവിതത്തിൽ നമ്മൾ ഒരു കടൽ പോലെയാണ് ഈ ബിസിനസ് കാണേണ്ടത്. നമ്മൾ ഒരു കടലിൽ നമുക്ക് എന്തൊക്കെ നേടാൻ പറ്റും എന്നുള്ളതിനെ പറ്റി ചിന്തിച്ചു. കടലിൽ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്, ഏത് രൂപത്തിൽ നമുക്ക് കാണുന്നു ആലോചിച്ചു. ഒരു ബക്കറ്റിൽ എടുത്താൽ നമുക്ക് അറിയാം കടലിൽ വെള്ളമാണെന്ന് പറയാം. അത് ചെറിയൊരു കപ്പിലെടുത്ത് കഴിഞ്ഞാൽ കപ്പിൽ കിട്ടും. അതോ വലിയ മെഷീൻ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടിച്ച് കയറ്റാം. അതേപോലെയാണ് ഈ ബിസിനസ്സിൽ വരുമാനം എന്ന് പറഞ്ഞ സംഭവം. ചെറുതും വലുതുമായ ഇഷ്ടം പോലെ വരുമാനങ്ങൾ നമുക്ക് ഇതിലൂടെ നേടിയെടുക്കാൻ പറ്റുന്നുണ്ടാവും. പക്ഷെ ഞാൻ വീണ്ടും പറയാണ്, എക്സ്ക്യൂസ് മാറ്റി വെച്ചിട്ട് ഇറങ്ങിയിരിക്കുന്നു. എക്സ്ക്യൂസ് ഉള്ള ഒരാൾക്ക് ഒരിക്കലും ഈ ബിസിനസ് ചെയ്യാൻ പറ്റൂല. കാരണം അത് മാറ്റാതെ നിങ്ങൾ എന്നും നമ്മൾ എക്സ്ക്യൂസിന്റെ പിന്നാലെ പോവുകയാണെങ്കിൽ ജീവിതത്തിൽ എവിടെയും നമ്മൾ എത്തൂല. ഈ ബിസിനസ് എന്നല്ല, ജീവിതത്തിൽ ഒന്നും നമുക്ക് നേടാൻ പറ്റില്ല. ഇത് നേടണം നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ മാറ്റങ്ങൾക്ക് തയ്യാറായേ പറ്റൂ. ഈ മാറ്റങ്ങൾ നമ്മൾ സ്വയം നമ്മളിൽ ഉണ്ടാവണം. നമ്മൾ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്തെങ്കിലും ഒരു വ്യക്തി വന്ന് ചെയ്തു തരുന്നുള്ള തോന്നൽ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മളത് മാറ്റി വയ്ക്കുക. അങ്ങനത്തെ ഒരാൾ നമുക്ക് വരാനില്ല. ഈ ബിസിനസ്സിൽ ഏറ്റവും വലിയ ദോഷം എന്ന് പറഞ്ഞാൽ നമുക്കൊരു അപ്ലൈൻ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ദോഷമായിട്ട് കാണുന്നത്. എല്ലാ കാര്യത്തിനും നമുക്ക് അയാൾ വരെ ഹെൽപ്പിന് ഒരാൾ ഉണ്ടാവുമല്ലോ എന്നുള്ള തോന്നലുള്ളത് കൊണ്ടാണ്. നിങ്ങൾ ആലോചിച്ചോക്കോ, വലിയൊരു പിന്നെ മരത്തിന്റെ അടിയിൽ ചെറിയൊരു ചെടി കൊണ്ടുവച്ചാൽ അത് വളരുമോ? ഒരിക്കലും അത് വളരൂല. കാരണം എന്താ പറയുക, മറ്റേന്റെ തണലിൽ നിന്നുകൊണ്ടേയിരിക്കും. ഈ ബിസിനസ് ഇങ്ങനെ തന്നെയാണ്. നമുക്ക് എല്ലാ കാര്യത്തിനും നമ്മൾ അപ്ലൈനെ നമ്മൾ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ വ്യക്തി നമുക്ക് വിജയിക്കില്ല. ഈ ബിസിനസ്സിൽ വലിയ ഗ്രോത്ത് ഒന്നും ഉണ്ടാക്കില്ല. നമ്മളത് മാറാൻ തയ്യാറാവുക. നമ്മൾ സ്വയം, നമുക്കൊരു കഴിവ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ആ കഴിവ് എന്നാണോ നമ്മൾ തിരിച്ചറിയുന്നത് അന്ന് മാത്രമേ ജീവിതത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അല്ലെ, സാധാരണ നമ്മൾ പറയുന്ന അതിൽ വഴിയിലൂടെ നടന്നു പോണ സമയത്ത് മുണ്ടഴിഞ്ഞു പോയാൽ എന്റെ അപ്ലൈൻ വരട്ടെ എന്ന് പറഞ്ഞിട്ട് കാത്തു നിൽക്കരുത്. അത് ആ സമയത്ത് ഉടുക്കണം. അല്ല, എന്റെ അപ്ലൈൻ വന്നിട്ട് ഞാൻ മുണ്ട് കൊടുക്കുമെന്ന് പറയാൻ പറ്റുമോ? ഇവിടെ പല ആൾക്കാരും പറയുന്ന പ്ലാൻ പറയാൻ പോണ സമയത്ത് എന്റെ അപ്ലൈൻ വന്നാലേ ഇത് ക്ലിയർ ആവുള്ളൂ, ഫോളോ അപ്പിന് പോണ സമയത്ത് എന്റെ അപ്ലൈൻ വന്നാലേ ഇത് ക്ലിയർ ആവുള്ളൂ എന്ന് പറയാം. പക്ഷെ അങ്ങനത്തെ ഒരാൾക്ക് ഒരിക്കലും ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റില്ല. എന്നത് നമ്മളെ സ്വന്തം ബിസിനസ് ആണെന്നുള്ള വിചാരിച്ചിട്ട് നമ്മൾ ഏറ്റെടുക്കാൻ തുടങ്ങുന്നത്. ആ ഏറ്റെടുക്കാൻ തുടങ്ങുന്ന സമയത്ത് മാത്രമേ ഇത് ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത് അപ്ലൈൻ്റെ ബിസിനസ് ആണ്. എന്നും രാവിലെ അപ്ലൈന് വിളിക്കണം, എന്താ ഇറങ്ങിയില്ലേ, വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു വ്യക്തി ദിവസം നമ്മളെ വിളിച്ചിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറക്കണം എന്നുണ്ടെങ്കിൽ ഇത് ആരെ ബിസിനസ്സാ? അപ്ലൈൻ്റെ ബിസിനസ് ആണോ?
അല്ലെങ്കിൽ ഡൗൺലൈൻഡ് ബിസിനസ് ആണോ? ഇത് അപ്ലൈൻഡ് ഡൗൺലൈൻഡ് ബിസിനസ് അല്ല. ഞാൻ ചെയ്യുന്നത് എന്റെ ബിസിനസ് ആണെന്നുള്ള തോന്നലുള്ളത് കൊണ്ടാണ് ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങണവും കാര്യങ്ങൾ ചെയ്തു തുടങ്ങുന്നതും. എന്റെ അപ്ലൈനെ ഞാൻ ഒരിക്കലും എന്ത് ചെയ്യുക ആശ്രയിച്ച് നിൽക്കാറില്ല. ഈ ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ പറ്റുള്ളൂ. കാരണം നമുക്കിതിൽ മെന്റർഷിപ്പ് എന്നുള്ള സംഭവം ഉണ്ടാവും. ഒരു മെന്റർഷിപ്പ് വേണം. നമുക്ക് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളത് നമ്മൾ ഗൈഡൻസ് ചെയ്യുന്ന ഒരു അപ്ലയൻസ് നമുക്ക് ഉണ്ടാവും. ആ അപ്ലയൻസിന്റെ വാക്ക് കൃത്യമായിട്ട് നമ്മൾ കേൾക്കുക. ഒരിക്കലും ഒരു അപ്ലൈനും ഒരു ഡൗൺലൈനും ദോഷം ചെയ്യുന്ന ഒരു കാര്യങ്ങളും ചെയ്യൂല, ഒരു കാര്യം ചെയ്യൂല. മനുഷ്യരാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടാവും, സൗന്ദര്യപ്പണക്കം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ഒരു കൂട്ടുകുടുംബത്തിൽ ഉണ്ടാവുന്നില്ല അങ്ങനെയൊക്കെ. പക്ഷെ ഇതൊക്കെ പറഞ്ഞ് നമുക്ക് സോൾവ് ആക്കാൻ പറ്റുന്ന കണ്ടീഷനിൽ നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് പോവാം. ടീം വളരുന്ന സമയത്ത് ഇതെല്ലാം നമുക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇത് അവനവന്റെ ബിസിനസ് ആണ്, ഞാൻ ഇല്ലെങ്കിൽ എൻ്റെ മക്കൾ സേഫായിട്ട് ജീവിക്കണം എന്നുള്ള ആ ഒരു മനോഭാവത്തോട് കൂടിയിട്ട് സന്തോഷത്തോടു കൂടി നിങ്ങൾ ഏറ്റെടുത്ത് നോക്കി. ഇത്ര സുതാര്യമായ ബിസിനസ് വേറെ ഒന്നുമില്ല. എത്ര ഹാപ്പി ആയിട്ട് നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല ചോദിച്ചൊക്കെ. ഏതൊരു ബിസിനസ്സിലാണ് ഇങ്ങനെ കിട്ടുക? എന്തായാലും പ്ലാൻ പറയാൻ പോണ സമയത്ത് നമുക്ക് ഒരു ചായെങ്കിലും ഒരു വീട്ടിൽ നിന്ന് കിട്ടാതിരിക്കുമല്ലോ. ഒന്ന് ആലോചിച്ചൊക്കെ. ആള് ജോയിൻ ചെയ്തില്ലേ എന്നൊരു രണ്ടാമത്തെ വിഷയം. അത് കിട്ടുമല്ലോ. എത്ര സന്തോഷത്തോടെ ഒരു പുതിയ കുടുംബത്തിനെ നമ്മൾ പരിചയപ്പെടുന്നു. ഇപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ചൊക്കെ, നിങ്ങളുടെ ടീമിൽ വന്ന ആൾക്കാർ ആദ്യം ഇത് മുന്നേ തമ്മിൽ ബന്ധം ഉണ്ടായിരുന്ന ആൾക്കാരാവും. പക്ഷെ ഈ ബിസിനസ്സിൽ വന്നതിന് ശേഷം സ്വന്തം കുടുംബത്തിലുള്ള ആൾക്കാരെക്കാൾ കൂടുതൽ റിലേഷൻഷിപ്പ് നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ ഉണ്ടാക്കാൻ പറ്റിയില്ല എന്ന് ആലോചിച്ച് നോക്കി. ഈ ബിസിനസ്സിന് അടിസ്ഥാനം എന്ന് പറഞ്ഞത് റിലേഷൻഷിപ്പ് തന്നെയാണ്. നിങ്ങൾ വരുന്ന ആൾക്കാരെ PVക്ക് വേണ്ടി മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യാതിരിക്കുക. PV കിട്ടുമ്പോൾ മാത്രം അവരെ നമ്മൾ സ്നേഹത്തോടെ വിളിച്ച് സന്തോഷിപ്പിക്കുന്ന കണ്ടീഷൻ മാറ്റുക. PV വന്നോളും. നിങ്ങൾ കൂടുതൽ അവരായിട്ട് ആ ഒരു റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കിയിട്ട് നിങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ PV എല്ലാ കാര്യങ്ങളും വന്നോളും. അവരെ കുടുംബത്തിലേക്ക് വരുമാനം കിട്ടുന്ന കാര്യത്തിനെ പറ്റിയിട്ട് മാത്രം അവരെ പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുക. അതിനെന്തൊക്കെ കാര്യങ്ങൾ അവർ ചെയ്യണം? നമ്മൾ അംഗനവാടിക്ക് കുട്ടികളെ കൊണ്ടുപോകണം, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. സന്തോഷത്തോട് കൂടിയിട്ടാണോ ഈ കുട്ടികളെല്ലാവരും അംഗനവാടിക്ക് രാവിലെ കുളിച്ച് പുറപ്പെട്ടു പോണത്? തുടക്കത്തിൽ അവരെ പിടിച്ചു വലിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൊണ്ടിടാറ്. പിന്നെ അവരത് ഇഷ്ടപ്പെട്ടതിന് ശേഷം പിന്നെ നമ്മളൊന്നും പറയേണ്ട, നേരത്തെ അവരെ കുളിച്ചിട്ട് അവരെ രക്ഷിതാക്കളെ വിളിച്ചിട്ട് അവർ പോണ് കാണാം. ഇതേപോലെ തന്നെയാണ് ബിസിനസ്. തുടക്കത്തിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഈ വ്യക്തികളെ നിരന്തരം മീറ്റിങ്ങിലേക്ക് കയറ്റാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. മീറ്റിംഗ് ഇല്ലാതെ ഒരു കാരണവശാലും നമുക്ക് ഈ ബിസിനസ് ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഒരു കാരണവശാലും കൊണ്ടുപോകാൻ പറ്റില്ല. പല ആൾക്കാർ പറയും, എന്നും കേട്ടതല്ലേ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ GTSനെ വിളിക്കുന്ന സമയത്ത് പല ആൾക്കാർ, ഞാനിപ്പത് കഴിഞ്ഞ ആഴ്ച കേട്ടതല്ലേ ഈ ആഴ്ച കേൾക്കുന്നത്. എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ പോയാൽ ഒന്നല്ല കേൾക്കുന്നത്, എല്ലാ ദിവസങ്ങളിലും അമ്പലത്തിൽ പോയാൽ ഒന്നാ കേൾക്കുന്നത്. പിന്നെ വീണ്ടും നമ്മൾ പോണില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചോ. പക്ഷെ കേട്ട കാര്യങ്ങൾ എത്രത്തോളം നമ്മൾ പ്രാവർത്തികമാക്കിയിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ മനസ്സിലാക്കുക. ഇത് നമ്മൾ പ്രാവർത്തികമാക്കിയാലല്ലേ നമുക്ക് മറ്റുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ. നമുക്ക് എത്രത്തോളം അറിവുകൾ ഇതിലൂടെ കിട്ടിയെന്നുള്ളതിനെ പറ്റി മനസ്സിലാക്കുക. നമുക്ക് അറിവ് കിട്ടണമെങ്കിൽ അറിവ് കിട്ടേണ്ട സ്ഥലത്ത് പോയാൽ മാത്രമേ നമുക്ക് ഇത് കിട്ടുള്ളൂ. ഇത് ഒരു ദിവസത്തിനോ 2 ദിവസത്തിനോ വേണ്ടിയിട്ടല്ല ഈ ബിസിനസ് പോണത്. ഇപ്പൊ പല ലീഡേഴ്സായിട്ട് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും, ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞ ബിസിനസ് വെച്ച് വലിയ കമ്പനികളൊക്കെ ആദ്യം വന്ന കമ്പനികളൊക്കെ ഇപ്പൊ അവരെ 3ാമത്തെ ജനറേഷൻ അത്ര ഇതിന്റെ ഫ്രൂട്ട്സ് എൻജോയ് ചെയ്യണത് വലിയ കമ്പനികളിലൊക്കെ. പക്ഷെ ലോകത്ത് ഉള്ള വേൾഡ് കമ്പനികളൊക്കെ എടുത്തു നോക്കുമ്പോൾ അവരെ 3ാമത്തെ ജനറേഷനാണ് ഇതിന്റെ ഫ്രൂട്ട്സ് എൻജോയ് ചെയ്യണത്. ഇത് തുടങ്ങിയ ആൾക്കാരൊന്നും ഇല്ല ഇപ്പോ, അവരൊക്കെ പോയി. നമ്മൾ വന്നപ്പെട്ട മേഖലയുടെ വലിപ്പം നമ്മൾ തിരിച്ചറിയാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ എന്നും എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ചെറിയൊരു ബിസിനസ് അല്ലേ എന്നുള്ള മൈൻഡ് സെറ്റിൽ നമ്മൾ പോണത്. നമ്മൾ എല്ലാ സൗകര്യങ്ങളും കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ചെയ്യാന്നുള്ളത് ഉദ്ദേശിക്കുന്നതും അതുകൊണ്ടാണ്. ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കുക. നമുക്ക് എത്ര വലിയ സ്വപ്നങ്ങൾ ഉണ്ടാവും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഇപ്പോഴത്തെ നമ്മുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ നോക്കണ്ട. നമുക്ക് എന്തൊരു വിജയം ഉണ്ടെങ്കിലും അതിന്റെ പിന്നീട് ത്യാഗമുണ്ട്. നമ്മൾ യൂസഫ് അലി സാർ നോക്കുക അല്ലേ, ലുലുവിന്റെ ഓണറെ. അവരെങ്ങനെ ജീവിതത്തിൽ അവർ മുന്നേ ജീവിച്ചിരുന്ന ആ ജീവിതം ഒന്ന് ആലോചിക്കുക. അവര് ദുബൈയിൽ പോയിട്ട് ചൂട് സഹിക്കാൻ വയ്യാതെ ചാക്ക് നനച്ചിട്ട് അതിൽ കിടന്നുറങ്ങിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പൊ ആ വ്യക്തി ജീവിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക. ജീവിതത്തിൽ വിജയിച്ച ആൾക്കാരെല്ലാവരും ജീവിതത്തിൽ അത്രമേൽ ത്യാഗങ്ങളൊക്കെ സഹിച്ച ആൾക്കാരൊക്കെ തന്നെ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളൂ. ഇവിടെ വരുമ്പോൾ നമ്മൾക്ക് മാത്രം എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ സംഭവിക്കുന്നതിനെ പറ്റി ആലോചിക്കുക. ഇവിടെ നമ്മൾ എഫേർട്ട് ഇടാനുള്ള മടി എന്നാണോ നിങ്ങൾ മാറ്റുന്നത്, അന്ന് ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുന്നുണ്ടാവും. അത്രത്തോളം ശക്തമായിട്ടുള്ളൊരു ബിസിനസ്സാണ്. നമ്മളത്
നമ്മൾ എത്രത്തോളം നമ്മൾ നെഞ്ചിലേക്ക് ഇത് കയറ്റുന്നുവോ അതുപോലെയാണ് ഇതിന്റെ വിജയം നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. നമുക്ക് നമ്മളെ അപ്ലയൻസ് ഉണ്ട്, കൃത്യമായി ഗൈഡൻസ് തരുന്ന അപ്ലയൻസ് ഉണ്ട്. നമുക്ക് നമ്മളെ ബുദ്ധിയൊന്നും ഉപയോഗിക്കണ്ട. നമ്മൾ ഇതിൽ പറയുകയാണെങ്കിൽ നമ്മൾ മലയ്ക്ക് പോണ സമയത്ത് നമ്മൾ പറയാറുണ്ട്, നമ്മളെ ഗുരുസ്വാമി നമ്മളെ കൊണ്ടുപോകുമെന്ന് പറയാം. നമ്മൾ കെട്ടിക്കഴിഞ്ഞാൽ ആ ഗുരുസ്വാമിയുടെ പിന്നാലെയാണ് പിന്നെ നമ്മൾ മല കയറുന്നത്. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യും, നമ്മൾ കയറി പോകുന്നതാണ്. നമ്മുടെ ഇഷ്ടത്തിന് ഒറ്റയ്ക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് അറിയാത്ത വനത്തിലൂടെയും നമ്മൾ പോകുന്നുണ്ടാവുക. ആവശ്യമില്ലാത്ത കുഴികളിലൊക്കെ പോയിട്ട് നമ്മൾ ചാടുന്നത് കാണാൻ പറ്റും. ഈ ബിസിനസ്സും ഇതേപോലെ തന്നെ നമ്മളെ ബുദ്ധി ഉപയോഗിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ പല അബദ്ധത്തിൽ നമ്മൾ പോയി പെട്ടിട്ടുണ്ടാവും. കാരണം ഒരു അപ്ലയൻസ് പറഞ്ഞു തരുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരങ്ങനെ ചെയ്തിട്ട് അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ ഇനി താഴെയുള്ളവന് വരരുതെന്ന് വിചാരിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് നമുക്ക് അവർ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ട് ആ അപ്ലയൻസിനെ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കാൻ നമ്മൾ ആദ്യം പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അനാവശ്യമായ കൂട്ടുകെട്ടുകൾ കാര്യങ്ങളൊന്നുമില്ല. ഒന്ന് ആലോചിച്ചൊക്കെ നമ്മൾ ഈ ബിസിനസ്സിൽ വന്നു കഴിഞ്ഞാൽ ഒരാൾ സിഗരറ്റ് വലിക്കാനോ മദ്യപിക്കാനോ അങ്ങനത്തെ ഒന്നും ഇല്ലാത്തൊരു വലിയൊരു ഓർഗനൈസേഷൻ അല്ലേ നമ്മളെ ബിസിനസ്. എത്രമാത്രം ഗ്രോത്തിലേക്ക് പോകണ ഏറ്റവും വലിയൊരു മേഖലയാണെന്ന് ആലോചിച്ചു. ഈ മേഖലയിൽ നമ്മൾ നേടണമെങ്കിൽ നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടായാൽ മാത്രമേ നമുക്ക് നേടാൻ പറ്റുന്നതാണ്. നമുക്ക് വലിയ സ്വപ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ സ്വപ്നങ്ങൾ അതികഠിനമായ സ്വപ്നങ്ങൾ നമുക്ക് ആയിരിക്കണം. നമ്മൾ ഉറക്കം കെടുത്തുന്ന സ്വപ്നങ്ങളായിരിക്കണം. ഇത് ഒരു 10 ആള് നോ പറഞ്ഞാൽ നമ്മൾക്ക് പിന്തിരിയുന്ന ഒരു സ്വപ്നങ്ങളായി മാറരുത് നമ്മുടെ സ്വപ്നങ്ങൾ. അത്രമാത്രം നമുക്കിതിലൂടെ നേടാൻ പറ്റുന്നുണ്ടാവും. നിങ്ങൾ ഇത്രയും വർഷം 10-35 വർഷം വർക്ക് ചെയ്ത ആൾക്കാർ, 20 വർഷം വർക്ക് ചെയ്ത ആൾക്കാരുണ്ടാവുക. നിങ്ങൾ തിരിഞ്ഞു നോക്കുക, ഇത്രയും വർഷം വർക്ക് ചെയ്തിട്ട് നമ്മളെ ബാങ്ക് ബാലൻസ് എന്തുണ്ട് എന്നുള്ളതിനെ പറ്റി നമ്മൾ ചിന്തിച്ചു നോക്കും. അപ്പോൾ മാത്രമേ, കാരണം നമുക്കിതിന്റെ വലുപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇത് ഒരു ഡിഗ്രിക്ക് ചെയ്യുന്ന മാതിരി കാണുക, ഒരു 5 വർഷമോ അല്ലെങ്കിൽ ഒരു 3 വർഷമോ നമ്മളിത് കാണുക. അതിനുവേണ്ടി നമ്മൾ ഒരു 10 ലക്ഷം രൂപ എല്ലാ മാസം കിട്ടി തുടങ്ങിയാൽ നമ്മൾ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവൂലേ. നമുക്ക് എന്ത് ബാലൻസ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റി നമ്മൾ ചിന്തിച്ചു നോക്കിയത് ഈ ബിസിനസ്സിലൂടെ. നമ്മൾ അതിനുള്ള അപ്ലയൻസ് പല ആൾക്കാരും പറഞ്ഞിട്ടില്ലേ, ട്രെയിനില് പിന്നെ വീടിന്റെ കട്ടില കുറഞ്ഞ് വെച്ച കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. ഇതൊക്കെ ഈ ബിസിനസ്സിൽ വന്നില്ല. അവർക്ക് നേടാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കിത് നേടിക്കൂടി. പക്ഷെ അതിനു വേണ്ടി അവർ ചെയ്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തയ്യാറാണോ എന്നുള്ളതിനെ പറ്റി നമ്മൾ ചിന്തിച്ചു നോക്കാം. വിജയിച്ച ആൾക്കാർ എന്തൊക്കെ കാര്യങ്ങളാണോ ഇതിലൂടെ ചെയ്തത്, ആ കാര്യങ്ങൾ തന്നെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്തു തുടങ്ങുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. കൃത്യമായിട്ട് നല്ലൊരു വഴിയിലൂടെ നമ്മൾ പോകാൻ തയ്യാറാണെങ്കിൽ നമ്മളെ മക്കളൊക്കെ സേഫ് ആവാൻ പറ്റും. അത്രത്തോളം ഗ്രോത്ത് ഉണ്ട് ഇതിന്. അത്രത്തോളം വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ്. നമ്മൾ ദൈവത്തിന്റെ മുന്നിൽ പോയി പറയാറുണ്ട്, ദൈവമേ നമുക്ക് ഒരു അവസരങ്ങൾ തരണമെന്ന് പറയാറുണ്ട്. ദൈവം നമുക്ക് അവസരങ്ങൾ തന്നിട്ടുണ്ട്, എന്നിട്ടും കണ്ടില്ല എന്ന് നമ്മൾ വെക്കുകയാണ്. ദൈവത്തിന്റെ പണി ദൈവം തീർത്തു, ഇനി നമ്മുടെ പണിയാണ്. എത്ര നമുക്ക് ദൈവം തന്നാലും പിന്നെ ദൈവത്തിന്റെ മുന്നിൽ പോയിട്ട് നമ്മൾ പ്രാരാബ്ദങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാതെ ദൈവം തന്ന വഴി അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്യേണ്ട പാതി നമ്മൾ ചെയ്യാൻ നമ്മൾ തയ്യാറാണെങ്കിൽ നമുക്ക് എന്തും നമുക്ക് സ്വപ്നത്തിൽ നമുക്ക് നേടാൻ പറ്റുന്നുണ്ടോ. അതിന് പറ്റുന്ന ഏറ്റവും വലിയൊരു ഓർഗനൈസേഷന്റെ ബാക്കപ്പോട് കൂട്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും വർക്ക് ചെയ്യുന്നത്. കാരണം നമുക്ക് ഒറ്റയ്ക്കുള്ള എഫേർട്ട് അല്ലത് ജീവിതത്തിൽ. കാരണം നമ്മൾ ആലോചിച്ചൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പരാജയങ്ങൾ നമുക്ക് വന്നിട്ടുണ്ടെന്ന് ആലോചിച്ചൊക്കെ. ആ സമയത്ത് ആരെങ്കിലും നമുക്ക് ഒന്ന് കൈപിടിച്ച് ഉയർത്താനോ നമുക്ക് സാരമില്ല നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും, നീ എന്റെ കൂടെ നിൽക്കുക എന്നുള്ളത് ആരെങ്കിലും നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ആലോചിച്ചൊക്കെ. നമ്മൾ ഈ ബിസിനസ്സിൽ വന്ന അന്ന് മുതൽ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളല്ലേ, നിങ്ങൾ എന്റെ കൂടെ നിൽക്കും, ഞാൻ നിങ്ങളെ വിജയിപ്പിച്ചു തരാമെന്ന്. ഏതെങ്കിലും നിങ്ങൾക്ക് വേണ്ടപ്പെട്ട കുടുംബക്കാരോ ബന്ധുക്കളോ കൂട്ടുകാരോ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി. പക്ഷെ ഈ ബിസിനസ്സിൽ ആ ഫോം ഒപ്പിട്ട് ആ നിമിഷം മുതൽ ഒരു വ്യക്തി നിങ്ങളെ കൈ പിടിക്കാൻ ഉണ്ടാവുന്നില്ലേ. ആ കൈ നിങ്ങൾ മുറുക്കെ പിടിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ആ പറയുന്ന വ്യക്തി പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ നമ്മൾ തയ്യാറാവുക. ചെറിയ കുട്ടിയെ പോലെ നമ്മൾ അതിന് വേണ്ടിയിട്ട് അവരൊപ്പം കൂടെ നമ്മൾ നിൽക്കുക എന്നുള്ളത് നമ്മൾ തയ്യാറാവുന്നത്. നിങ്ങൾക്ക് എന്തും ഇതിലൂടെ നേടാൻ പറ്റുന്നുണ്ട്. കാരണം അത്രത്തോളം വലിയൊരു ഓർഗനൈസേഷൻ ഇതിന്റെ ബാക്കിലുണ്ട്. കാരണം ഇത് ട്രഡീഷണൽ ബിസിനസ് ഒക്കെ ചെയ്തിട്ട് പൊട്ടിപ്പാലീസായ ആൾക്കാർ ഇതിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് എത്ര സുതാര്യമായ പരിപാടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമുക്ക് റിസ്കോ ടെൻഷനോ ഒന്നുമില്ല. എത്ര ഹാപ്പി ആയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റി ആലോചിച്ചു. നമ്മൾ വരുന്ന ആൾക്കാര് നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുത്ത് സ്നേഹത്തോടു കൂടി അവരോട് പെരുമാറി അവരെ കുടുംബത്തിലേക്ക് വരുമാനം എത്തിക്കേണ്ട കാര്യത്തിനെ പറ്റി അവരോട് ചിന്തിപ്പിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂലേ. നമ്മൾ ബുധനാഴ്ച എന്ന് പറഞ്ഞ ദിവസം എത്ര സന്തോഷമുള്ള ദിവസം എന്ന് ആലോചിച്ചൊക്കെ നമുക്ക് അല്ലേ. ബുധനാഴ്ച എന്ന് പറഞ്ഞ ദിവസം ആകുമ്പോഴും നമ്മുടെ അക്കൗണ്ടിൽ വരുമാനം വരും.
എത്രയോ ആൾക്കാർക്ക് കമ്പനിയിൽ ഇപ്പൊ ലക്ഷങ്ങൾക്ക് വരുമാനമുള്ള ആൾക്കാർക്കും വരുമാനം കിട്ടാതെ, ശമ്പളം കിട്ടാതെ എത്രയോ ആൾക്കാർ കിടന്നിട്ട് ഇപ്പോഴും കന്ന് സഹിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഗൾഫിലായിക്കോട്ടെ നാട്ടിലായിക്കോട്ടെ ഒക്കെ തന്നെ സ്ഥിതിഗതി. പക്ഷെ ഇവിടെ നമുക്ക് ഒരു രൂപ പോലും കടം വെക്കാത്ത ഒരു കമ്പനിയിൽ നമ്മൾ വന്നു. നമ്മൾ ചെയ്യുന്നതിന് അർഹതപ്പെട്ട നമുക്ക് പ്രതിഫലം നമുക്ക് തന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ തന്നുകൊണ്ടേയിരിക്കുന്നു. വരുമാനം ഓരോ ദിവസം കൂട്ടാനുള്ള വഴികൾ TDF പോലത്തെ വരുമാനങ്ങൾ എല്ലാ കമ്പനികളും വരുമാനം വെട്ടിക്കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് ഈ കമ്പനി വരുമാനം കൂടുതൽ തന്നുകൊണ്ടേയിരിക്കുന്നു. കൂടുതൽ കൂടുതൽ നമ്മൾ ആക്റ്റീവായിട്ട് ഇറങ്ങാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പിന്നെ എന്തിനും നമ്മൾ മടിച്ചിരിക്കണം. നമ്മൾ മടി പറയുന്നുണ്ടെങ്കിൽ നമ്മളോടാണ്, നമ്മൾ അപ്ലൈനോടല്ല. എക്സ്ക്യൂസ് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അത് നമ്മളോട് മാത്രമാണ്. മരുന്ന് കിടന്ന് തുപ്പ് എന്ന് പറയും. കാരണം ആ കഫം വരുന്നത് നമ്മളെ നെഞ്ചെത്തിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിക്കുക. നമ്മളൊരു അപ്ലൈനെ വിളിച്ചിട്ട് എക്സ്ക്യൂസ് പറഞ്ഞ സമയത്ത് നമ്മൾ സ്വയം നമ്മൾ ചിന്തിക്കുക. ഞാൻ പറയുന്ന എക്സ്ക്യൂസിന്റെ അപ്ലൈനോടെ അല്ല, എന്നോടാണെന്നുള്ളതിനെ പറ്റി നമ്മൾ സ്വയം ഒന്ന് ചിന്തിക്കുക. എപ്പോഴും പല ആൾക്കാരും അനങ്ങിയ എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അത് സ്വയമാണ് നമ്മളോട് തന്നെ എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നമ്മൾ സ്വയം നമ്മൾ തീരുമാനിക്കുക. നമ്മൾ ആരാണ്, നമ്മൾ എന്തിനിതിൽ വന്നു, നമ്മളിതിൽ പർപ്പസ് എന്താണ്. ഒരു മനുഷ്യന് ഭൂമിയിലേക്ക് ദൈവം വിട്ടിട്ടുണ്ടെങ്കിൽ അതിനൊരു പർപ്പസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മളെ കന്നുകാലിയ പോത്ത എന്തെങ്കിലുമൊക്കെ വരെ ആട എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് നമുക്ക് വിട്ടാൽ പോരെ. നമുക്ക് സ്വപ്നം കാണാനുള്ള കഴിവ് തന്നിട്ടുള്ളൂ. ഭൂമിയിലുള്ളതൊക്കെ ആസ്വദിക്കാനുള്ള കഴിവ് നമുക്ക് ദൈവം തന്നിട്ടുള്ളൂ. അത് നമ്മൾ തിരിച്ചറിയാന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അതിനു വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ എഫേർട്ട് ഇട്ടുകൂടി. ലോകത്തിൽ കാണാവുന്ന രാജ്യങ്ങളൊക്കെ പോയി കണ്ടുകൂടി. നേടാവുന്ന സമ്പത്തുകളൊക്കെ നമുക്ക് നേടിക്കൂടി. ആഡംബര ജീവിതം നമുക്ക് നയിച്ചുകൂടി. ഇതൊക്കെ നമുക്ക് നേടാൻ പറ്റുന്ന, നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ ലോകത്തിൽ ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ അഭിമാനം കൊള്ളുകയാണ് വേണ്ടത്. നമ്മൾ വിളിച്ച ആൾക്കാരൊക്കെ ഇതിൽ വരുന്നില്ല എന്ന് നമ്മൾ സങ്കടപ്പെട്ട് ഇരിക്കുക. ഇനി ഞാൻ വിളിച്ച ആൾക്കാരൊന്നും ഇതിൽ വരുന്നില്ലല്ലോ എന്നുള്ള ആ സങ്കടം ഉണ്ടെങ്കിൽ ദൈവം അവർക്ക് ഇത് കണക്ട് ആക്കിയിട്ടില്ല എന്നുള്ളത് നിങ്ങൾ വിചാരിക്കാം. അവർ വന്നോളൂ. ഇപ്പൊ ഋഷി സാറെ കഥ കേട്ടപ്പോ 1.5 വർഷത്തിന് ശേഷമാണ് ആ വ്യക്തി പിന്നെ ബിസിനസ് സീരിയസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഇതേപോലെ പല വ്യക്തികളും നമുക്ക് വരും. നമ്മൾ പ്ലാൻ കൊടുത്ത ആൾക്കാരെ കൃത്യമായിട്ട് നമ്മൾ ഫോളോ അപ്പിലൂടെ കൊണ്ടുപോകാൻ ആ വ്യക്തികൾ വരും. അവര് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും. പക്ഷെ ആ വ്യക്തി വരുന്നവരെ നമ്മൾ കാത്തു നിൽക്കാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നതിനെ പറ്റിയിട്ട് നമ്മൾ വ്യക്തമായിട്ട് ധാരണ നമുക്ക് ഉണ്ടാക്കുക. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് ചെയ്യാതെ എല്ലാം നമ്മൾ അപ്ലയൻസ് അല്ലെങ്കിൽ ഡൗൺലൈൻസ് ചെയ്യും എന്നുള്ള ധാരണ ഉണ്ടെങ്കിൽ അതും മാറ്റാം. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം. ഒരു കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ ചോറ് ഒട്ടിയിട്ട് വായിൽ വെച്ച് കൊടുക്കാനേ അമ്മയ്ക്ക് പറ്റുള്ളൂ. അത് ചവച്ചരച്ച് കഴിക്കുക എന്നുള്ളത് ആ കുട്ടിയുടെ കർമ്മം. അതേപോലെ തന്നെ ഈ ബിസിനസ്സിലും ഒരു അപ്ലൈന് ഒരു ഡൗൺലൈന് വേണ്ടി എല്ലാ സാഹചര്യങ്ങളും വിജയിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുക എന്നുള്ള പണി മാത്രമേ അപ്ലൈന് പറ്റുള്ളൂ. ചെയ്യേണ്ട ഉത്തരവാദിത്തം അവനവനാണ്. എന്നിട്ടും നമ്മൾ അപ്ലൈനോ ഡൗൺലൈനോ പഴി ചാരാതിരിക്കുക. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നതിനെ പറ്റിയത് നമ്മളൊന്ന് വിലയിരുത്തുക. ഇപ്പൊ രാവിലെ നമ്മൾ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇല്ലേ? നമ്മൾ ഏതൊരു ഇതിലും ഒന്ന് ആലോചിക്കുക. നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പ്രാർത്ഥിച്ച് ദൈവത്തിനോട് നമ്മൾ നന്ദി പറഞ്ഞ് രാവിലെ എണീച്ച് ഇതേപോലെ അവസരങ്ങൾ ഇന്നും എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാനുള്ള ഒരു അവസരം, നമുക്ക് ഒരു ആരോഗ്യം, നമുക്കൊരു പുതുജീവൻ ഇന്ന് തന്നിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലുമൊക്കെ മക്കളെ ഒന്ന് പോയി ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇന്ന് രാവിലെ നമ്മളെ നിയമിച്ചിട്ടുണ്ട് ദൈവം നമ്മളെ. എന്നിട്ടും നമ്മൾ പ്രാരാബ്ദങ്ങൾ പറയാതിരിക്കുക. എത്രയോ ആൾക്കാർ കിടന്ന കിടപ്പിൽ നിന്ന് ഇന്ന് നീക്കാത്ത എത്രയോ ആൾക്കാരുണ്ട്. ഒന്ന് അയച്ചു നോക്കി. നമ്മൾ നീച്ചില് ദൈവത്തിന് നമുക്ക് നന്ദി പറഞ്ഞുകൂടെ? ഓരോ ദിവസവും ദൈവം നമുക്ക് തന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് എന്തെങ്കിലും ചെയ്യുമ്പോൾ നാളെ എന്തെങ്കിലും ചെയ്യും. ഓരോ ദിവസവും എന്തെങ്കിലും ചെയ്ത് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ദൈവം നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുക. എന്നിട്ടും നമ്മൾ കണ്ണടച്ചിട്ട് ഇരുട്ടാക്കാൻ വേണ്ടി ശ്രമിക്കരുത്. അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഇത് നമ്മുടെ ജീവിതമാണ്. ഒരാൾക്കും നമ്മുടെ ജീവിതത്തിൽ വിജയിപ്പിക്കാനോ പരാജയപ്പെടുത്താനോ പറ്റില്ല. നമ്മളെ ജീവിതത്തിൽ നമ്മൾ വിജയിക്കണമെങ്കിൽ നമ്മൾ എഫേർട്ട് ഇട്ടാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിജയിക്കുള്ളൂ. അതിന് പറ്റുന്ന ഏറ്റവും വലിയൊരു വഴിയാണിത്. നമ്മൾ ജീവിതത്തിൽ പരാജയപ്പെടണമെങ്കിൽ നമ്മൾ ഇതേ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായി ഇതേപോലെ തന്നെ ചെയ്ത് മുന്നോട്ട് പോയാൽ മതി. അതല്ല, ജീവിതത്തിൽ വിജയിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ കിട്ടിയ അവസരം കൃത്യമായിട്ട് നിങ്ങൾ ഉപയോഗപ്പെടുത്തി ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടാവും. അതിനുവേണ്ടി എല്ലാവരും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്
ഇന്നത്തെ ഈ അവസരം തന്ന ബഷീർ സാറിന് പ്രത്യേകം ഞാൻ നന്ദി പറയുന്നു.